ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്ന് ഇതുവരെ ചെയ്യാത്തൊരു കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്തോന്നുള്ളത് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ടിട്ടാലോ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നിട്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഇതെന്തായാലും അതിൻ്റെ ആവശ്യം വന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇവിടെ മൊത്തം മഴ ചെയ്തിട്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ട് രാവിലെ ചെടിക്കൊന്നും വെള്ളം ഒഴിക്കണ്ട. സൂര്യനും ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ പോയി പല്ല് വെച്ചിട്ട് വരാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ പല്ല് വെക്കാനായിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അച്ഛനിവിടെ തുണി ഇരിക്കാനായിട്ട് വന്നപ്പോൾ ഉണ്ട്. ഒരു ഹായ് പറഞ്ഞാ. ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയതാ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ തുണിയും കൂടെ വിരിച്ചിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ രാവിലെ വന്ന് തുണിയെല്ലാം കൊണ്ടുവന്ന് വിരിച്ചിട്ട് അപ്പോൾ ഇനിയിപ്പോൾ പോയി പല്ല് കേൾക്കാം. അതിന് മുമ്പ് അച്ഛനപ്പുറം എന്തോ ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് നോക്കിയിട്ട് വരാം. രാവിലെ ഇവിടെ തൂപ്പ് ഇടാൻ. ഫ്രണ്ട്സ്, ഇപ്പോൾ രാവിലെ എനിക്ക് കഴിക്കാൻ ദോശ, കടലക്കറി, പിന്നെ ബൂസ്റ്റ്. എനിക്കിന്ന് 9:30 ഡാൻസിൻ്റെ ക്ലാസ് ഉണ്ട്. ഇപ്പം സമയം 9 മണിയായി. ഇത് കഴിച്ചിട്ട് ക്ലാസ്സിന് പോകണം. കഴിച്ചിട്ട് വരാം ഫ്രണ്ട്സ്. ഇപ്പോൾ ഡാൻസിൻ്റെ ക്ലാസ്സിന് പോയിട്ടായിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. 9:30 ക്ലാസ്. ഇപ്പോൾ 9:45. ഇപ്പം ക്ലാസ്സിന് പോയിട്ട് വന്നിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്. ഇപ്പോൾ ഡാൻസിൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞ് മൊത്തം വിയർത്ത് വിളിച്ചൊരു പരിവായിട്ടാ. ഇപ്പോൾ അച്ഛൻ എന്നെ വിളിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അച്ഛനെന്താ വിയർത്തിരിക്കുന്നത്? വീട്ടിൽ പണിയുണ്ടായിരുന്നു, കാണാൻ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ വീട്ടിലോട്ട് വന്ന് നല്ല വെയിൽ കേട്ടോ. മൊത്തം കരിഞ്ഞ് ഒരു പരിവായി. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് 12 മണി ആയപ്പോഴത്തേക്ക് അച്ഛൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തോ ചെയ്ത് വേണ്ട. അച്ഛൻ എന്തോ ഡയറ്റിലാണ് കേട്ടോ. എന്തോ ഡയറ്റ് അച്ഛാ? കാർബോ എടുക്കത്തില്ല, അത്രേ ഉള്ളൂ ഡയറ്റ്. ഫസ്റ്റ് നമ്മൾ ഏത് ഡയറ്റ് കഴിച്ചാലും ഉണ്ടല്ലോ, ഈ തൈരെന്ന് പറയുന്ന ഒരു പ്രീബയോട്ടിക്കാണ്. അത് പുളിയില്ലാത്ത തൈരും ഏതെങ്കിലും സീസണൽ ഫ്രൂട്ട്സ് ലൈക്ക് ഓറഞ്ച്, ആപ്പിള്, പൈനാപ്പിൾ, ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനമായിട്ട് നമ്മൾ ഒരു 11-12 മണിക്ക് മുമ്പ്, ഏകദേശം ഭക്ഷണം കഴിക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നല്ല ഗട്ട് ബാക്ടീരിയ ഒക്കെ വളരുന്നതിന് നല്ലതാണ്. ഫ്രണ്ട്സ്, അപ്പം അച്ഛനാണ് നേരത്തെ വിയർത്ത് കുളിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എന്താണ്ട് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് കയറി പോയേക്കോ. അപ്പോൾ എന്തുവാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ കൊണ്ടുവന്ന് തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് അടുത്ത ട്രിപ്പ് തുണി കൊണ്ടുവന്നിട്ട് അച്ഛനവിടെ വിരിച്ചിട്ടുണ്ടിരിക്കുക. ഇതെന്ത് തലയിൽ വെയിൽ? എന്തൊരു വെയിലാ, കൊട്ട വെയിൽ കേട്ടാ. ഫ്രണ്ട്സ്, അപ്പോൾ അച്ഛൻ ഇവിടുത്തെ തുണി എത്രയും വിരിച്ചതിന് ശേഷം ഇവിടെ ടെറസിൽ എന്തോ പണി ഒപ്പിച്ചോണ്ടിരിക്കുക. എന്തോ ചെയ്ത് കാണിക്കുന്ന മണ്ടന്മാരെങ്കിലേ മൊത്തം ഇവിടെ കുഴിച്ചിട്ടേക്കുമായിരുന്നു. ക്ലാസ് ചെയ്ത സമയത്ത് വെള്ളം നിൽക്കത്തില്ല, എപ്പോഴും പായലല്ലേ ഇവിടെ. അപ്പൊ ഇവിടെ ഒന്ന് വൃത്തിയാക്കി പ്ലാസ്റ്റർ ചെയ്യാന്ന് വെച്ച്. അവധിയല്ലേ ഇവിടെ ഇത്രയും സ്ഥലത്ത് അച്ഛൻ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ട്, എന്നിട്ട് ഇവിടെ ഇത്രയും ഇന്ന് ചെയ്ത്. ഇതെപ്പോൾ തുടങ്ങിയ പരിപാടി വെച്ചാ? 1 മണിക്കൂറായി. നിന്നെ വിളിക്കാൻ വരുന്നതിന് മുമ്പ് തുടങ്ങിയതാ. സമയം 12 മണി. നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ മാവയൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല രസമാണ്. പക്ഷേ ഇതിപ്പോൾ അഴുത്ത് കഴിയുമ്പം ഇതിനകത്ത് മൊത്തം പുഴി കയറി നമുക്ക് ഒരെണ്ണം പോലും കിട്ടത്തില്ല കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാം. ഡാൻസിൻ്റെ ക്ലാസ്സിനും കൂടെ പോയി വിയർച്ച ഒരു പരുവ് കേട്ടോ. ഇനി ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, മൊത്തം കറക്റ്റ്. അപ്പം പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ അച്ചാമ്മ വീട്ടിൽ എത്തിയേക്കുവാണ്. അച്ചാമ്മയുണ്ട്. അച്ചാമ്മേ ഒരു ഹായ് പറഞ്ഞേ. നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ കരുനാഗപ്പള്ളി റോഡ് പണി നടക്കുമായിരുന്നു കേട്ടോ. അന്നേരം റോഡ് പണി നടക്കുന്നതുകൊണ്ട് അവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അന്നേരം ഇങ്ങ് എത്താനായിട്ട് ലേറ്റായി. അന്നേരം ഇപ്പുറത്ത് ഇവിടെ ഒരു ഷെഡ് കൂട്ടൊക്കെ ഉണ്ടായിരുന്നു പുറയിൽ. അന്നേരം അതൊക്കെ പൊളിച്ച് ഇതിൻ്റെ പണി ഇവിടെ നടക്കുക. ഇവിടെയൊക്കെ അടുപ്പ്, പൈപ്പ് അങ്ങനെയൊക്കെയുള്ള സ്ഥലമുണ്ട്. ഇതല്ല ഇച്ചിരിയും കൂടെ നീളത്തിൽ ഉണ്ടായിരുന്നു അങ്ങോട്ട്. ഇപ്പോൾ ഇതൊക്കെ പൊളിച്ച് ഈ സൈസായി. എന്തിനുണ്ട് ചമ്മ കഴിക്കാൻ? തീയലിനകത്തൊരു സ്പെഷ്യലുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പിടിച്ച മുരിങ്ങക്ക, പിന്നെ പുളിശ്ശേരി, പിന്നെ വേണമെങ്കിൽ അച്ചാറുണ്ട്. അത് ഞാൻ കഴിക്കത്തില്ല. കഴിക്കണ്ട. പിന്നെ വേണമെങ്കിൽ പപ്പായ ഉണ്ട്.
ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വേണ്ട കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ബാക്കി കഴിച്ചിട്ട് വരാം ഫ്രണ്ട്സ്. അപ്പോൾ വേണ്ട അപ്പുറത്ത് പണി വേണ്ട തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എനിക്കിത് ചെറുതായത് തൊട്ടൊരു ഫീൽ. ഇതിൻ്റെ റൂഫിൽ ഉണ്ടായിരുന്നു കേട്ടോ. റൂഫ് ഉണ്ടായിരുന്ന ഭയങ്കര സൈസായിരുന്നു. ആ റൂഫ് മാറിയപ്പോഴത്തേക്ക് ഇത് ചെറുതായത് തൊട്ടൊരു ഫീൽ. വേണ്ട ഇവിടെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പ്രദീപ് മാമൻ. ഇത് നമ്മുടെ ബാല്യകാല സുഹൃത്തായിരുന്നു. എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത് പ്രദീപ്. മുഖം തരാതെ നിൽക്കുവാണ് കള്ളൻ, കൊച്ചു കള്ളൻ. കണ്ടില്ലേ? ഇടാ നേരെ നോക്കടാ ഒന്ന്. കണ്ടോ കള്ളൻ ഇത്രയും നേരം പറഞ്ഞോണ്ട് നിന്ന് ഇങ്ങോട്ട് നോക്ക്, എന്നെ കൂടെ വീഡിയോ എടുക്കാൻ. ഇപ്പം നോക്ക്, ക്യാമറ കണ്ടപ്പോ അവൻ്റെ ഒരു ഫ്രണ്ട്സ്. അപ്പം നമ്മൾ കട്ടയൊക്കെ തല്ലി പൊട്ടിച്ച് അടുക്കി വെക്കുവാണ്. പ്രദീപ് മാമൻ്റെ ഉഗ്രം പ്രകടനം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നീ എത്ര മണിക്കാ സംപ്രേഷണം ചെയ്യുന്നത്? നാളെ രാവിലെ എത്തും. അപ്പൊ നാളെ കുടുംബസമേതം കാണാൻ റെഡി ആയിട്ടിരുന്നോണേ. ഇവിടെ വേണ്ട പഴയ പുരാതന വസ്തുക്കളിൽപ്പെട്ടതെന്താ. ഇതിന്റെയൊക്കെ പേരെന്താ വെച്ചാമേ എന്ന് പറഞ്ഞെന്ന്? അത് ഒലക്ക. ഇത് കുത്തും. അരി പൊടിക്കും, നെല്ല് കുത്തും, പിന്നെ മരുന്നൊക്കെ ഇടിക്കാം, അങ്ങനെയൊക്കെ ഉപയോഗിക്കും. അത് വെച്ചിട്ടിങ്ങോ വേണ്ട. ഇവിടെ അമ്മിക്കല്ലൊക്കെ ഉണ്ട് കേട്ടാ. അമ്മിക്കല്ല് ഇതിന്റെ പേരെന്താ വെച്ചാ ഈ ഇരിക്കുന്ന ഈ ഉരുട്ടുന്ന ഇത് അരക്കുന്ന കല്ല്, അരകല്ലെന്ന് പറയും, അല്ലെ അമ്മിക്കല്ലെന്ന് പറയും. ഇതിന്റെ പേര് കുഴവി. ഇത് വെച്ച് നമ്മള് പുളിശ്ശേരിക്ക് അരയ്ക്കാം, തോരൻ അരയ്ക്കാം, ചമ്മന്തി അരയ്ക്കാം, മീൻകറിക്ക് അരയ്ക്കാം. നല്ല അടിപൊളി മീൻകറി വെച്ച് കഴിക്കാൻ പറ്റും. കല്ലേൽ അരക്കുന്ന മീൻ. ഇത് കണ്ടോ, ഇത് തേഞ്ഞു പോയി കേട്ടോ. കൊറേ നാള് ഇത് എത്ര കൊല്ലം വാങ്ങിച്ചിട്ട് ഇപ്പൊ? ഇത് ഒരു 100 വർഷത്തെ പഴക്കം കാണും. 100 വർഷത്തെ പഴക്കം. മ്യൂസിയത്തിൽ വെക്കാൻ പറ്റും ഇപ്പൊ. എന്റെ അച്ചാച്ചന്റെ വീട്ടിൽ അവര് വള്ളത്തെ കൊണ്ടുപോകുന്ന കല്ലായിരുന്നു. വള്ളത്തിൽ പോകുമ്പോ അവരത് ഇതിലിങ്ങനെ അരയ്ക്കുന്ന കല്ലായിരുന്നു. വള്ളത്തിൽ വെച്ച് അവർക്ക് ആഹാരം വെച്ച് കഴിക്കാൻ അവര് ചെയ്യുന്ന കല്ലായിരുന്നു. അതെനിക്ക് തന്നതാ. അപ്പൊ ഞാൻ ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ഇത് കണ്ടോ, ഇത് ഈ 100 വർഷത്തെ പഴക്കത്തിന്റെ ഇത്രയും തേങ്ങ് പോയി. ആരുടെയും വീട്ടിൽ ഇപ്പോഴും ഇത്രയും പഴക്കമൊക്കെ ഉള്ള അമ്മിക്കല്ലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അച്ചാമ്മ നമുക്ക് പാളയെ പറ്റി പറഞ്ഞു തരുന്നതായിരിക്കും. പറയാച്ചാമ്മേ, പറഞ്ഞു. ഇത് നമ്മള് പാളയം. ഇത് മഴ വന്നാല് തലയെ വെച്ചിങ്ങനെ നനയാതെ നടക്കാൻ പറ്റും. പിന്നെ പണ്ടുള്ള കാലത്ത് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇതിൽ കിടത്തിക്കോ. പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നല്ല, കുഞ്ഞമ്മ അടി കൊള്ളാതിരിക്കാനായിട്ട് കുണ്ടിക്ക് വെച്ചോണ്ട് പോകും. അതോടെ പറ. പിന്നെ പോരാന്നുണ്ടെങ്കിലേ പണ്ട് പിള്ളേരോട് പറയുവേ, നിന്റെ കൊച്ച ഇപ്പൊ വരും, ചന്തിക്കൊരു പാള വെച്ച് കെട്ടിക്കോന്ന്. അങ്ങനെ ഞാനും എന്റെ ചേച്ചിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ചേച്ചി പോയി പാള, എന്റെ കൊച്ചുമോള് പോയി പാള എടുത്തോണ്ട് വന്നിട്ടുണ്ട് ചന്തിക്ക് വെച്ച് കെട്ടാൻ. അതാണ് പാള. ഇത് ചടി കൊള്ളത്തില്ല അല്ലയോ? നോവത്തില്ല. അപ്പം നാളെ മുതൽ ട്യൂട്ടോറിൽ പോകുമ്പം കുണ്ടിക്ക് ഒരു പാളയം വെച്ചോണ്ട് പോവാം. അന്നേരം അടി കണ്ടാൽ നോക്കത്തില്ല. അപ്പം വേണ്ട ഇവിടുത്തെ പണിക്കാരനൊക്കെ മാറി കേട്ടാ. അച്ഛൻ വേണ്ട ഇവിടെ ഇരുന്ന് കല്ലൊക്കെ കുത്തിപ്പൊട്ടിക്കുന്നു. അപ്പുറത്തെ വീട്ടില് മരം എന്തോ വെച്ചാൽ അപ്പുറത്തെ മരത്തിന്റെ എന്തോ അപ്പുറത്ത് അപ്പുറത്ത് തടിപ്പണി നടക്കുന്നു. പിന്നെ ഇവിടുത്തെ സൗണ്ടൊക്കെ കൂടെ ഭയങ്കര സൗണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നേരെ സമയം ഏതാണ്ട് 4:30 ആയിക്കോണ്. അപ്പോൾ ഇത്രയും നേരം അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് അപ്പോൾ അച്ഛാമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ ഒരു സംഭവം ഉണ്ട്, അത് കാണിച്ചു തരാനായിട്ട് മുകളിലോട്ട് കയറി വരും. അപ്പോൾ വേണ്ട ഞാൻ മുകളിലോട്ട് വന്നു. എന്താ അച്ഛാമ്മ കാണിക്കാനുള്ള? ഈ ഇതിന്റെ പൂ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പൂ പിടിച്ചു. ഇത് നമ്മുടെ പനിക്കൂർക്കയുടെ പൂവാണ്. ഇതുണ്ട്, ഈ വർഷമാണ് ഇതിന്റെ പൂ ഞാൻ കാണുന്നത്. ഇത് നമുക്ക് പനിക്കൊക്കെ കാപ്പി തിളപ്പിക്കാൻ നല്ലതാണ്. തലയിൽ തേക്കാൻ എണ്ണ കാച്ചാൻ നല്ലതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ എണ്ണ തലവേദനയ്ക്ക് ഇതിൻ്റെ ഇല പിച്ച് ഞെരടിയിട്ട് എണ്ണ കാച്ചി. എനിക്ക് നല്ലതായിട്ട് തോന്നി. കുട്ടികളെ കുളിപ്പിക്കാൻ ഇതിൻ്റെ ഇല ഞെരടിയിട്ട് വെള്ളം തിളപ്പിക്കും. പിന്നെ അതായത് അതിന് ഏറ്റവും നല്ലൊരു ഔഷധ സസ്യമാണ്. എനിക്ക്
നല്ല കറ്റാർ വാഴ ഇതുപോലെ ഞാൻ വളർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പം വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട് ഇപ്പം ചൂട് കൂടുതലായതുകൊണ്ട് ഇവൻ്റെ ഇലയൊക്കെ ഇച്ചിരി വാടി വേണ്ട എടുത്തതേ കണ്ടോ ഇതുപോലെ കറ്റാർ വാഴ വളരുന്നത്. അവിടെ നമ്മുടെ വീട്ടിൽ നിൽപ്പുണ്ട് കുറേ കറ്റാർ വാഴ. പിന്നെ അവിടെ റെഡ് അലോവേറൊക്കെ ഇപ്പോൾ ഉണ്ട്. പിന്നെ വേണ്ട അച്ചാമ്മയ്ക്ക് ഇവിടെ അടീനയുടെ ഒക്കെ കളക്ഷൻ. അന്ന് തായ്ലൻഡിൽ പോയപ്പോൾ കണ്ടവിട്ട്. പക്ഷെ അത്രയ്ക്കില്ല. എന്നാലും അച്ചാമ്മ ഇത് എത്ര കൊല്ലമായിട്ട് ഇപ്പോൾ വെക്കുന്ന അടീന? ഇതിപ്പം ഇതൊരു 7 വർഷത്തെ 7 വർഷത്തെ അടീന കേട്ടോ. പിന്നെ വേണ്ട ഇതെന്താ പൂവാ? അത് നിത്യ കല്യാണം. അപ്പം ഇങ്ങനെയുള്ള കുറേ പൂവൊക്കെ അച്ചാമ്മ വെക്കുന്നത്. ഇതില്ല വെള്ളത്തിൽ തിളപ്പിക്കുന്നില്ലയോ? അതേതാ? അത് വേറൊരു ഫ്ലവറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം ചെടികളും ഒക്കെ ഉണ്ട് അച്ചാമ്മയുടെ ടെറസിൽ. കൃഷി അച്ചാമ്മയുടെ കൃഷിയല്ല, പാളം നിറച്ച് തൈകൾ. ഇത് ഇത്ര അച്ചാമ്മ ഇവിടെ ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ. ഫ്രണ്ട്സ് അപ്പം വേണ്ട ഇവിടെ ടെറസ് കയറി നോക്കിയപ്പോൾ വേണ്ട നോക്കി ഇവിടെ ഒരു പ്ലാവിൽ നിറച്ച് ചക്കയൊക്കെ ഇങ്ങനെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു പ്ലാവ് വെച്ചിട്ടുണ്ട്. അവിടെ പക്ഷേ അതിനകത്ത് ചക്ക പിടിച്ച് തുടങ്ങി, പക്ഷേ തീരെ ചെറുതാണ്. എന്തായാലും ഈ കൊല്ലം കിട്ടത്തില്ല, അടുത്ത കൊല്ലം പോലെയൊക്കെ ചിലപ്പം കിട്ടുമായിരിക്കും. ഫ്രണ്ട്സ് അപ്പം വേണ്ട ഇപ്പോൾ സമയം ഏതാണ്ട് 5 മണിയായിക്കോണ്. അത് നമ്മൾ വേണ്ട അച്ചാമ്മ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുവാണ്. അച്ഛൻ വേണ്ട കാർ എടുക്കുന്നു. ബൈ. വേണ്ട ഇവിടെ ഒരു ചെറിയ വഴിയാട്ടോ ഇങ്ങോട്ട് വരുന്ന ഒരു കാറ് കയറി വരാനുള്ള സ്പേസേ ഉള്ളൂ. അന്നേരം അച്ഛൻ വേണ്ട കാറ് പുറകിലോട്ട് എടുക്കുക. ഫ്രണ്ട്സ് അപ്പം വേണ്ട കരുനാഗപ്പള്ളി റിലയൻസിലോട്ട് വന്നേക്കുവാണ്. വീട്ടിലേക്ക് ആക്കിയിട്ടുള്ള സാധനമൊക്കെ എടുക്കാനായിട്ട്. വേണ്ട സാധനമൊക്കെ എടുക്കുവാണ്. അച്ഛൻ അപ്പുറത്തോട്ട് പോയി. ഫ്രണ്ട്സ് അപ്പോൾ അച്ഛൻ വേണ്ട അവിടെ കടയിലോട്ട് കയറിയിട്ട് ആപ്പിളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വേണ്ട ഇവിടെ റിലയൻസ് കയറി ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ബില്ലിങ്ങിനൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേണ്ട നമ്മൾ വെളിയിലോട്ട് വന്ന് വണ്ടിയുടെ ഡിക്കി കംപ്ലൈൻറ്റ് കേട്ടോ. അതുകൊണ്ട് ഡോറ് തുറന്ന് ബാക്കിലോട്ട് എടുത്ത് വെക്കുക. അപ്പുറത്ത് കടയിലൊക്കെ കയറി എന്നിട്ട് വേണ്ട ഇവിടെ ജ്യൂസ് കുടിക്കാനായിട്ട് കടയിലെടുത്ത് ജ്യൂസ് പറഞ്ഞിട്ട് വേണ്ട ജ്യൂസ് വന്ന് നമുക്കെടുത്ത് കുടിക്കാം. ഫ്രണ്ട്സ് അപ്പോൾ വേണ്ട കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ വേണ്ട വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് എത്തിയിരിക്കുന്നു. അച്ഛൻ വേണ്ട കാറ് അകത്തോട്ട് കയറ്റാനായിട്ട് ഇടുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പം വീടിനകത്തോട്ട് കയറി മുകളിൽ രാവിലെ വിരിച്ചിട്ട് തുണിയൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പോയി എടുക്കണം. ചിലപ്പോൾ വേണ്ട ടെറസിലോട്ട് കയറി വേണ്ട തുണിയൊക്കെ പറക്കാൻ തുടങ്ങി. ഇത് വേണ്ട സമയം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം തുണിയൊക്കെ പറക്കിയിട്ട് നേരെ വീട്ടിൽ കയറാം. ഫ്രണ്ട്സ് അപ്പം തുണിയൊക്കെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞാനാണെങ്കിൽ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷായി. അതിനുശേഷം കുറച്ച് നേരം പോയിരുന്ന് പഠിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ച്. അപ്പം ഈ ഒരു വ്ളോഗ് നിർത്താനായിട്ട് സമയമായേക്കുവാണ്. അപ്പം ഇനി ഇതുകൂടത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ വീഡിയോസ് വരാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടെ വെച്ചിരിക്കുക. അപ്പം പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.